നമുക്കുണ്ട്. കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി ഒരു കാര്യവും നടക്കത്തില്ല. കർത്താവിനോട് കൂടെ താമസിക്കാൻ പറ്റത്തില്ല, പാർക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു വിശ്വാസം നമുക്ക് വരണം. അത് കർത്താവിന്റെ ആത്മാവാണ് തരേണ്ടത്. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെയോ സക്കായിയെ പോലെ ദാഹവും വർദ്ധിക്കണം. എന്തൊന്നിലുള്ള ദാഹം? യേശുവിനെ പോലെ ആകാനുള്ള ദാഹം. ഈ ദാഹം വർദ്ധിക്കാത്തടത്തോളം കാലം ഒരു ജയ ജീവിതം നയിക്കാനോ ക്രിസ്തുവിന്റെ അടുക്കൽ എപ്പോഴും ഇരിക്കാനോ കഴിയത്തേയില്ല. എപ്പം നോക്കിയാലും സ്വത്രം പാപേറ്റു പറയാനേ നേരമുള്ളൂ. എപ്പം നോക്കിയാലും അയ്യോ കർത്താവ് ഞാൻ ഇത് ചെയ്തു, കർത്താവ് ഞാൻ അത് ചെയ്തു, കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് പറയാനേ നേരം വരും. പക്ഷെ അതിൽ നിന്നൊരു ജയം വരണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല. പിന്നെയോ ഒന്ന് വിശ്വാസം വേണം, രണ്ട് ദാഹം വേണം. പിന്നെയോ ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്ന ഉറപ്പ് വന്ന ശേഷം ഒന്ന് വിശ്വാസം വേണം, ഇനി ഞാനല്ല ക്രിസ്തു എന്നുള്ള വിശ്വാസം വേണം. രണ്ട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമല്ല, ഒരു ആവേശവും വേണം. ഞാനല്ല, യേശു മാത്രം എന്നിൽ ജീവിക്കുന്നു. യേശു ജയാളിയാണ്, യേശു ജയാളിയാണ്. ആ ജയം എനിക്കും അവകാശമാണ്. ആ ഒരു വിശ്വാസത്തോടെ പോകുമ്പോൾ കർത്താവ് നമുക്ക് ഓരോ സെക്കൻഡും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പ്രതികൂലങ്ങൾക്ക് പേടിക്കേണ്ട. കർത്താവ് ആടിക്ക വിളിച്ചു. വായിച്ച മർക്കോസ് ശേഷം വായിച്ചാ ഒന്നുകൂടെ. അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. കണ്ട ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വ്യക്തികൾ സത്യസുവിശേഷം അറിയാതെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കതോട് മനസ്സിലായി? ഒരുപാട് അവർക്ക് എന്തറിയത്തില്ല, സത്യസുവിശേഷം അറിയത്തില്ല. അങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് ചുരുക്കമാണ്. അങ്ങനെയുള്ളവരുടെ ആലയത്തിനകത്തും ആൾക്കാർ ഭയങ്കര ആൾക്കാരൊന്നും കൂടത്തില്ല. എന്താ കൂടാത്തെ? സ്തോത്രം എന്ന് പറഞ്ഞാൽ കൂടാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് അവരെ പഴയ കാര്യങ്ങൾ, ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അതൊക്കെ പറയുന്ന ഒരു ആരാധനയാണെങ്കിൽ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടും. യേശുവിന്റെ ക്രൂശീകരണവും യേശുവിന്റെ വചനവും ആ വിശുദ്ധീകരണവും ആ പാപമോചനവും ക്രിസ്തുവിനോടുള്ള ജീവിതമൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതൊന്നും ആർക്കും അംഗീകരിക്കാനും പറ്റത്തില്ല. ആ സത്യ സുവിശേഷത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ സ്വത്രം ഓരോരുത്തരും ഓരോ റൗണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞ് എത്ര റൗണ്ടിലൂടെ ചുറ്റിക്കറങ്ങിയാലും ഞാനല്ലേ നീ എത്ര കറങ്ങുമ്പോഴും കേൾക്കേണ്ടത്. എന്റെ സത്യ തിരുവനന്തപുരത്തിന്റെ മുൻപിൽ ഇരുന്ന ഞാൻ തരേണ്ടതും ചെയ്യേണ്ടത് എല്ലാം അതത് സമയത്ത് ഞാനല്ലേ ചെയ്യേണ്ടത്. ഒരു ദൈവമല്ലേ ഉള്ളൂ, ഒറ്റ ദൈവമല്ലേ ഉള്ളൂ, ഞാനല്ലേ ചെയ്യേണ്ടത്. സ്വത്രം സത്യസുവിശേഷം അറിഞ്ഞ അനേകർക്ക് സ്വത്രം ടക്കനെ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അത് അത്ര താല്പര്യമില്ല. സ്വത്രം ഒന്ന് ദൂത കേട്ട്, ഇന്നലത്തെ കാര്യം കേട്ട്, ഇന്നത്തെ കാര്യം കേട്ട് സ്വത്രം ഒന്ന് കരഞ്ഞ് പൊട്ടി. എന്റെ യേശുവിന് അങ്ങനെ ഒന്നും അല്ല. യേശുവിന്റെ ശുശ്രൂഷ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കണ്ടോ? യേശുവിന്റെ ശുശ്രൂഷ കണ്ടോ? സ്വത്രം അങ്ങോട്ട് നോക്കി, പുതിയ നിയമം മുഴുവൻ ധ്യാനിച്ചു നോക്കി. ദൈവത്തിന്റെ പുതിയ നിയമ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകൾ കണ്ടോ? ദൈവത്തിന് സ്വത്രം. ദൈവം പറഞ്ഞ ശുശ്രൂഷകൾ എവിടെയൊക്കെ വെളിപ്പെടുവോ അവിടെയെല്ലാം സ്വത്രം. ഒരുപാട് ആൾക്കാർക്ക് വന്ന് കൂടാൻ പറ്റത്തില്ല. കാരണം ഈ വചനത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വചനം വെളിപ്പെടുമ്പോൾ സ്വത്രം ശത്രു പരാജയപ്പെടുകയാണ്. മാത്രമല്ല ജനം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തപ്പെടുകയാണ്. മറ്റത് ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൊള്ളാൻ തോന്നും. അത് കർണത്തിന് രസമാകും, നമ്മുടെ ജഡത്തിന് രസം തോന്നും, ഒരു ഇതൊക്കെ തോന്നും, ഒരു ജഡ. മർക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ അതിന്റെ മർക്കോസ് സുവിശേഷം എല്ലാ അധ്യായങ്ങളും നമ്മൾക്ക് ഓരോരുത്തർക്കും വായിച്ച് അറിയാമെന്നുള്ളതാണ്. ഇതിനകത്തിരിക്കുന്ന ആർക്കും വചനം അറിഞ്ഞൂടാത്ത ആരും ഉള്ളതായിട്ടില്ല. എല്ലാവർക്കും വചനങ്ങൾ വ്യക്തമായിട്ട് അറിയും. ദൈവത്തിന് സ്വത്രം. അതിന്റെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്വത്രം. ആറാം അധ്യായം അതിന്റെ 30-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സ്വത്രം. അതിന്റെ തൊട്ട് 14 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം. 14 മുതൽ ആദ്യം വായിച്ച്. അവന്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹെരോദ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. സ്തോത്രം. വ്യാപരിക്കുന്നത് പറഞ്ഞു. അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ പ്രവാചകൻ എന്ന് പറഞ്ഞു. പ്രവാചകൻ എന്ന് പറഞ്ഞു, ഏലിയാവാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത അത് ഹെരോദാവ് കേട്ടാറെ ഞാൻ തലകുത്തിച്ച യോഹന്നാൻ ആകുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു യോഹന്നാൻ മരിച്ചുവെങ്കിലും അയാൾ ചെയ്തു
ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കണ്ടിട്ട് പറഞ്ഞതാ, യേശുവിന് അത്രയ്ക്ക് ദൈവശക്തി ഇറങ്ങിയപ്പോൾ, ദൈവത്തിന്റെ കൃപ ഇറങ്ങിയപ്പോൾ ഭയങ്കര ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ കൃപ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികളും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ആ യേശു നമ്മളിൽ നിറയുമ്പോൾ, നമ്മൾ യേശുവിൽ മറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ നിറഞ്ഞൊഴുകും. ശത്രുവിന്റെ മണ്ഡലങ്ങൾ തകരും. ഒന്നിനെ കുറിച്ച് നിരാശപ്പെടല്, കർത്താവിലേക്ക് നമ്മൾ അങ്ങ് മറഞ്ഞു കൊടുക്കുക. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഹെരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞു. കണ്ടോ, ദൈവത്തിന്റെ വേലക്കാർ പറയേണ്ടതല്ല എന്ത് ചെയ്യും? സത്യസന്ധമായി വിളിച്ചങ്ങ് പറയും. എവിടെ പോകുമ്പോഴും അവർ പറയേണ്ട കാര്യം ദൈവനാമത്തിൽ വിളിച്ച് പറയും. ചിലർക്കത് വേദന എടുക്കും, ചിലർക്കത് ഭാരപ്പെടും, ചിലർക്കത് ദുഃഖമായിട്ട് മാറും, ചിലര് അതോടെ റൂട്ട് വിട്ട് മാറും, ചിലർ അതോടെ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തോട്ട് സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ കർത്താവിന് അതൊന്നും വിഷയമല്ല. കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ വിളിക്കപ്പെട്ടതെല്ലാം ദൈവജനത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യും, കീഴടങ്ങുകയും ചെയ്യും, സ്വർഗത്തിൽ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ എത്തേണ്ടതെല്ലാം എന്ത് ചെയ്യും? ഒരാൾ പോലും നഷ്ടപ്പെടില്ല. എല്ലാവരും അവിടെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? കർത്താവിന്റെ രാജ്യത്തിന് ഉറപ്പായിട്ട് കാണും. കാരണം കർത്താവ് പണ്ടേ എത്ര ആൾ അവിടെ എത്തുമെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അവസാന കണ്ണിയും അവിടെ എത്തിയിരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ വഴികളും ആരൊരുക്കും? ദൈവം ഒരുക്കും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഓരോ സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് സ്വത്രം തർക്കങ്ങളുണ്ട്, വാദങ്ങളുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ സത്യവചനം വിളിച്ചു പറയുന്നവരുമായിട്ട് നടുവില് ഉണ്ട്. വായിച്ചേ. യോഹന്നാൻ സ്നാപകൻ സത്യം വിളിച്ചു പറഞ്ഞു. അടുത്ത വരി. ഹെരോദിയോ പകവച്ച് അവരെ കൊല്ലുവാൻ. സത്യം പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ ഇത് പകവച്ചു. ഇന്ന് അനേകർ ഇങ്ങനെയാണ്. ദൈവത്തിന് നമ്മളിലുള്ള കുറവ് നമ്മളോട് വെളിപ്പെടുത്തി തന്നാൽ നമ്മൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും എന്നെ കുത്തി പറയും. കണ്ടോ? അപ്പോ ഇത് എന്നെ ഇട്ട് എനിക്ക് പാര പണിതതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കത്തില്ല ഇത് എൻ്റെ ജീവിതത്തിലെ കുഴപ്പമാണോ എങ്കിൽ ആ കുഴപ്പം പിന്നത്തേതിനത് അണലി പോലെ കൊത്തും. ഞാൻ പ്രതീക്ഷിക്കാത്തടത്ത് ആ പാവം എന്നെ കൊണ്ടിടും എന്ന് നമ്മൾ വിചാരിക്കത്തില്ല. പിന്നെയോ വചനം കേൾക്കുമ്പോൾ നമ്മൾ കീഴടങ്ങാൻ പറ്റാതെ എത്തിയും ആ വചനത്തെ അങ്ങ് തള്ളിക്കളഞ്ഞ് പള്ളി ഇടും. ആ വചനം തള്ളിക്കളഞ്ഞ് പള്ളി ഒന്നും ഇട്ട് കളയും. ആ പള്ളിയിൽ പോകുന്നില്ല, എന്നെ കുത്തി പറയുന്ന പള്ളിയാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എവിടെ കൂടെയൊക്കെ കറങ്ങിയെന്ന് പറഞ്ഞാലും കുത്തി കിട്ടാത്തടുത്ത് ആനെ കുത്തി പറയത്തില്ല ആ പള്ളിയിലെ ഞങ്ങൾക്ക് പോയെ എന്ന് പറഞ്ഞ് നമ്മൾ പോയാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരാതിരുന്ന എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, പ്രയോജനമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് മാഞ്ഞേ തീരും. അത് മാഞ്ഞു നോക്കി യേശുവിന് മാത്രമേ അത് മായ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാ ഈ തിരുവചനം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. അയാൾ വേറെ ഒന്നും തിരിഞ്ഞും നോക്കിയില്ല, വിളിച്ചു പറഞ്ഞു. പക്ഷേ അന്നു മുതൽ ആരോട് പക തുടങ്ങി? ആ ദൈവ മനുഷ്യനോട് പക തുടങ്ങി. ദൈവമാണ് ആ സഹോദരിക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം, ദൈവമാണ് ആ സഹോദരിക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുത്തു. പക്ഷെ അവസരം എന്ത് ചെയ്തില്ല? ഉപയോഗിച്ചില്ല. അവസരം ആ സഹോദരി തള്ളിക്കളഞ്ഞു. ആ മനുഷ്യനോട്, ആ ദൈവഭൃത്യനോട് പക ഉണ്ടായി. അടുത്തവര് വായിച്ചേ. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവരെ ഭയപ്പെടുകയും. ഹെരോദാവിനെ അറിയാം, യോഹന്നാൻ സ്നാപകൻ ആരെന്നറിയാം? നീതിയുള്ള ആളാണ്, പിന്നെ വിശുദ്ധനാണെന്നറിയാം. അപ്പൊ മറ്റൊരാള് നീതിയുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല, വിശുദ്ധനാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരാൾ വിശുദ്ധനാണ് നമുക്കറിയാം. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പുറത്തുള്ള ആളിന് 10 വീടുണ്ട്, ഞാൻ ഷെട്ടി കിടക്കുന്നു, എനിക്ക് വല്ലതും ഉണ്ട്. അവർക്ക് വീടുള്ളത് എനിക്കെന്തോന്നു? നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ ആരാധിക്കുന്നുണ്ട്, അയാൾ ദൈവത്തെ കണ്ടുമുട്ടി, അയാളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. എന്റെ പേരൊന്നുമില്ല, വല്ല കാര്യമുണ്ട് അയാൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്? മനസ്സിലായോ? ഇവിടെ ഈ യോഹന്നാൻ സ്നാപകൻ വിശുദ്ധനാണ്, നീതിമാനാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമൊന്നും ഒരു പ്രയോജനമില്ല. പറയാതെ മാത്രമേ ഉള്ളൂ. ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പലരും പറഞ്ഞു, പക്ഷെ അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. കണ്ടോ? പറഞ്ഞു. ഒന്നുകൂടെ വായിച്ച വരി. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞു. നീതിയുള്ളവരാണ്, വിശുദ്ധനാണ്. അറിഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ മാനസാന്തരപ്പെട്ട് ദൈവഭയത്തോടെ കർത്താവിനെ യഥാർത്ഥമായിട്ട് ആശ്രയിക്കേണ്ട സ്ഥാനത്ത് ആ മനുഷ്യനതിന് കഴിഞ്ഞില്ല. നീതിയുള്ളവനെന്ന് പറഞ്ഞു, വിശുദ്ധനാണെന്ന് പറഞ്ഞു, അല്ലേ? രക്ഷിക്കപ്പെട്ട ആൾ, അയാള് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ആളെന്ന് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞൊന്നും ഈ പറഞ്ഞ ആള് സ്വർഗത്തിൽ പോകില്ല.
അടുത്ത വരി വായിച്ചേ. അവനെ ഭയപ്പെടുകയും ഇങ്ങനെ പറഞ്ഞിട്ട് ഭയപ്പെട്ടു. അടുത്ത് അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവനെ കാക്കുകയും ചെയ്തു. അടുത്ത വരി അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങുകയും. വചനം കേൾക്കുമ്പോൾ ഭയങ്കര വേദന വരും. പറയുന്നതെല്ലാം പാട് പോലത്തെ വചനമാ. കേൾക്കുമ്പോ തന്നെ അയ്യോ ഇതെന്തോന്ന് വചനം ഒന്ന് തോന്നും. പക്ഷേ അടുത്ത വരി കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ ഒരു ദിവസത്തോടെ സന്തോഷത്തോടെ കേട്ടു പോന്നു. അടുത്ത വരി ഹെരോദാവ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്വങ്ങൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു. ഹെരോദ്യയുടെ മകൾ അകത്തു ചെന്ന് നൃത്തം ചെയ്തു ഹെരോദാദിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക. ഇവരെ പ്രസാദിപ്പിക്കുന്ന ഡാൻസ് മതി, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഡാൻസ് പോരാ. ഹെരോദാവിനെ പ്രസാദിപ്പിക്കാൻ എന്ത് മതി? ഒരു ഡാൻസും ഒരു സിനിമ പാട്ടും നല്ല രീതിയിലുള്ള ഒരു ആട്ടക്കളി മതി. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ജീവനിലുള്ള ആരാധന വെളിപ്പെട്ടാലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൽ ഹിതമുള്ളത് നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കും. അല്ലാതെ ദൈവം ഒന്നും എല്ലാത്തിനൊന്നും പ്രസാദിക്കുന്ന ആളൊന്നും അല്ല. സ്തോത്രം. എല്ലാം കണ്ടെത്തുന്നു അവനുണ്ടെന്നും ദൈവം അംഗീകരിക്കുന്ന ആളും അല്ല. ദൈവം പ്രസാദിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനിലൂടെ വെളിപ്പെടുന്നതിന് മാത്രമേ ക്രിസ്തു എന്ത് ചെയ്യുള്ളൂ? പ്രസാദിക്കുള്ളൂ. അടുത്ത ഒരു വായിച്ചേ. മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു. അടുത്ത വരി എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളം ആയാലും നിനക്ക് തരാമെന്ന് സത്യം ചെയ്തു. രാജ്യത്തിന്റെ പാതിയോളം ആണെങ്കിൽ ഞാൻ തരാമെന്ന് സത്യം ചെയ്തു. അടുത്ത വരി അവൾ പുറത്തിറങ്ങി അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്ന് അവൾ പറഞ്ഞു. രാജ്യത്തിന്റെ പാതി വേണ്ട, പണമൊന്നും ഒരാളിനെ കൊല്ലുന്നതാണ്. പണമൊന്നും രാജ്യത്തിന് പാതി രാജാവ് കൊടുക്കാൻ തോന്നി, പക്ഷെ അതൊന്നും ഒരാളുടെ തല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാള് ചെയ്ത തെറ്റിനെ ദൈവാത്മാവ് ഉണർത്തിയപ്പോൾ ജനത്തിന് വന്ന കോപം കൊന്നുകളയുന്ന കോപമായിരുന്നു. അതേസമയം സഹോദരി അവിടെ മുട്ടുമടക്കി, ശരിയാണ്, ഞാൻ ചെയ്തത് പാപമാണ്, ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് ഉണർത്തിച്ചു തന്നത് എന്ന് ആ സഹോദരി മുട്ടുമടക്കിയിരുന്നെങ്കിൽ അവിടെ ഈ കൊല നടക്കൂ. പിന്നെ ആ സഹോദരിക്ക് എവിടെ പോകായിരുന്നു? പക്ഷെ അത് നടന്നില്ല. കാരണം എന്താ? കീഴ്പ്പെടാനുള്ള മനസ്സ് ഇല്ല, മുട്ടുമടക്കാനുള്ള മനസ്സ് ഇല്ല, ആ മനുഷ്യനിൽ നിന്ന് ഇങ്ങോട്ട് മാറാനുള്ള മനസ്സും ഇല്ല. പിന്നെ പറഞ്ഞവനെ തട്ടാനുള്ള മനസ്സാണ് ഉണ്ടായത്. എനിക്കിനിയും ആ പാപം ചെയ്യണം എന്നുള്ള ആവേശം, എനിക്കിനിയും ആ തെറ്റ് ചെയ്യണം എന്നുള്ള അവരുടെ ആവേശം ആ ദൈവഭക്തിനെ തലവെട്ടാനിടയെത്തിയിരുന്നു. കണ്ടോ? ഇനിയും എനിക്ക് പാപം ചെയ്യണം, ഇയാളെ പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇയാളെ വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ള ആ കോപം ഇയാളെ കൊന്നു. അടുത്തവർ വായിച്ചേ. ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ തരയണമെന്ന് പറഞ്ഞു. രാജാവ് അതിദുഃഖിതനായി. എങ്കിലും ആളെയും വിരുന്നുകാരെയും വിചാരിച്ച് രാജാവിന് ദുഃഖം തോന്നി. എങ്കിലും അയാൾ നോക്കിയത് ആരെയാ? കുഞ്ഞ് രാജാവിനെ പ്രസാദിപ്പിച്ചു. രാജാവ് എല്ലാവരും ഇരിക്കുമ്പോ നീ എന്ത് ചോദിച്ചാലും പകുതി തരാന്ന് പറഞ്ഞു, ഇല്ലേ? ഇപ്പോ ഇവർ പറയുകയാണ്, ഈ മനുഷ്യൻ രാജാവ് പറയുകയാണ്, സങ്കടമൊക്കെ വിഷമമൊക്കെ തോന്നി, പക്ഷെ എന്നിട്ടും ആരെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണ്. വായിച്ചേ. വിരുന്നുകാരെ വിചാരിച്ച് അവരെ വിചാരിച്ച് അവരോട് നിഷേധിപ്പാൻ മനസ്സില്ലായിരുന്നു. ദൈവത്തെ നോക്കിയില്ല, ദൈവം എന്ത് പറയും നോക്കിയില്ല, ദൈവം എന്ത് ചെയ്യുമെന്ന് നോക്കിയില്ല. അടുത്തവര് വായിച്ചേ. ഉടനെ രാജാവ് ഒരു അകമ്പടിയെ അയച്ച് അവന്റെ തല കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഉടനെ പറഞ്ഞു കൊണ്ടുപോകാ തല. അടുത്ത് അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു. മനസ്സിലായോ എന്തിനു വേണ്ടിയാണ് തല വെട്ടിയത്? മനസ്സിലായോ? പാപത്തെ ഉണർത്തിയ ഒറ്റ കാരണത്താൽ, ഒരു സഹോദരിയുടെ പാപത്തെ ഉണർത്തിയ ഒറ്റ കാരണത്താൽ. സ്വത്രം. സഹോദരി പള്ളി വിട്ടുപോയെന്ന് മാത്രമല്ല, പിന്നെ ആ പ്രസംഗിച്ച ആളിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി, അവസരം കിട്ടിയപ്പോ കൊല്ലിക്കുകയും ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, നിസ്സാര ഒരു തെറ്റ് ദൈവം പറയടാന്ന് അങ്ങനെ യോഹന്നാൻ പറഞ്ഞതാണ്. കിട്ടിയ പ്രതിഫലം, ഈ ഭൂമിയിൽ കിട്ടിയ പ്രതിഫലം മരണമാണ്. എന്നാൽ ഉയരെ കിട്ടിയ പ്രതിഫലം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിച്ച പ്രതിഫലം. യോഹന്നാൻ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ആരെ പ്രസാദിപ്പിച്ചു? ദൈവത്തെ പ്രസാദിപ്പിച്ചു. മനുഷ്യന് പ്രസാദം തോന്നിയില്ല, മനുഷ്യൻ ഒരുപക്ഷെ വെറുത്തു,
ഈ സഹോദരി പക്ഷെ വെറുത്തു. ദൈവത്തിന് ഇത് പ്രസാദമായി. ഇവൻ മരണത്തിനെ ഏൽപ്പിച്ചെങ്കിലും ദൈവം പറഞ്ഞത് അതുപോലെ പറഞ്ഞത് കൊണ്ട് ദൈവത്തിന് പ്രസാദമായി. പക്ഷേ സ്വത്രം ഇവിടെ മനുഷ്യന്റെ പ്രസാദം നോക്കുമ്പോൾ യോഹന്നാൻ നോക്കിയത് എന്റെ ദൈവം എന്ത് എന്നോട് പറയും അത് ഞാൻ വിളിച്ചു പറയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ജീവിച്ചാൽ ഞാൻ യേശുവിനായി, മരിച്ചാൽ ഞാൻ യേശുവിനായി, എന്തൊക്കെ വന്നാലും ഞാൻ യേശുവിനായി. കർത്താവ് ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ ചെയ്യണം. എങ്ങനെ? കർത്താവ് പറഞ്ഞതിനെ അതുപോലെ പറയണം എന്ന് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു. അതുപോലെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. അത് സ്തോത്രം വിരോധമായി മാറി. രാജാവ് ഇതാ കൽപ്പന കൊടുത്തു, കഴുത്തിനെ വെട്ടി എടുത്തു. അടുത്ത വരി വായിച്ചേ. അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. ബാലക്കൻ കൊടുത്തു. അടുത്ത് ബാല അമ്മയ്ക്ക് കൊടുത്തു. ആദ്യം ആകാരെ കൊടുത്ത് ബാലകൻ. അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവം എടുത്ത് ഒരു കല്ലറയിൽ വെച്ചു. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. അപ്പൊ യേശു ഇതെല്ലാം അറിഞ്ഞു. മറ്റൊരു ഭാഗത്ത് വ്യക്തോട് കൊടുത്തിട്ടുണ്ട്, യേശു അറിഞ്ഞിട്ട് മാറിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക. ശിഷ്യന്മാർ ആശ്വസിക്കാൻ ദൈവം പറഞ്ഞു കൊടുക്കണം. മക്കളെ, നീ ഒരുപാട് ശുശ്രൂഷ ചെയ്തിരിക്കുകയല്ലേ, അല്പം നീ എന്ത് ചെയ്യുക? നോക്കിയേ, കർത്താവ് പറഞ്ഞോ, അല്പം നീ എന്ത് ചെയ്യണം? ആശ്വസിച്ചുകൊള്ളുക, വേറിട്ട്. കാരണം ആ പകൽ അവര് കർത്താവിനോട് നിൽക്കുകയാണ്. അടുത്ത വരി. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയെ അവിടേക്ക് ഓടി. അവിടെ പോകുന്ന അറിഞ്ഞു. വേറിട്ട് പോയെന്തിനാ? ഒന്ന് അല്പം വിശ്രമിക്കാനാ പോയെ. പക്ഷെ വിട്ടോ ആരെങ്കിലും ഇല്ല. വിശ്രമിക്കാൻ പോയടുത്ത് ജനമല്ല, കൂട്ടോട്ടം ഓടി. അടുത്തവർ വായിച്ച് ഓടി അവർക്ക് മുമ്പേ എത്തി. അടുത്ത് അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. ഇത് ഓടിയെത്തി പടകിൽ അവിടെ ഇറങ്ങുന്നതിന് ആളപ്പുറത്തെത്തി. മനസ്സിലായോ? ദൈവത്തിന്റെ സ്വന്തം. അടുത്തവർ വായിച്ച് അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ യേശു നോക്കിയപ്പോ ഇവരെങ്ങനെ നിൽക്കുന്നു? ഒരു ഇടയനെ അവർക്ക് ഇല്ല, ഒറ്റ ആളും ഇല്ല, ചിതറിക്കിടക്കയ, ഇടയനില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഏത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത വരി. ഇടയില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് യേശു ചെയ്തു, മനസ്സലിഞ്ഞു. പലതും ഉപദേശിച്ചു തുടങ്ങി. ഉപദേശിക്കാൻ തുടങ്ങി. പിന്നെ നേരെ നന്ദി വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്ദി വൈകി എന്ന് പറഞ്ഞാൽ ജനമില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും വാങ്ങാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലമല്ലല്ലോ. നേരം എന്ത് ചെയ്തു? വൈകുന്നേരമായി. ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ ചുറ്റുമുള്ള കുടികളിൽ ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിനെ അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. നിങ്ങൾ അവർക്ക് നിങ്ങൾ അവർക്ക് ഇന്നതിനകത്ത് വന്നിരിക്കുന്ന പൈതലെ നിനക്ക് ഭക്ഷിപ്പാൻ തരാൻ യേശുവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെ ഭക്ഷണമാണോ ആവശ്യം, ആ ഭക്ഷണത്തിന്റെ നടുവില് അതെല്ലാം തുറന്ന് തരാൻ ദൈവ സർവശക്തനാണ്. നമ്മൾ പള്ളിക്കകത്തിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. രാവിലെ വരുമ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. പിന്നെയോ, നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ ശത്രു ഒരുക്കിയ പദ്ധതികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറയാത്ത ചില കാര്യങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനോട് പറഞ്ഞില്ല, പക്ഷെ കർത്താവ് പറയുന്നു നാളെ മറ്റന്നാൾ ഇന്ന ദിവസം കാര്യങ്ങളുണ്ട്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ലെങ്കിലോ, അവൻ എന്നോട് പറഞ്ഞില്ലെങ്കിലോ ഞാൻ അവയെ കാണുന്നു. ഇവര് വിശപ്പെന്ന് പറഞ്ഞില്ല, ഇവര് ദാഹമെന്ന് പറഞ്ഞില്ല, പക്ഷെ ഇവരുടെ വിശപ്പ് കണ്ട ദൈവം. നിന്റെ വിശപ്പ്, നിന്റെ ദാഹവും, നിന്റെ അവസ്ഥയും, നിന്റെ സാഹചര്യവും എന്നെയും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ഏതൊക്കെ തീർന്ന വിഷയത്തോട് ഇതിനകത്ത് വന്നിരുന്നാലും പൈതലെ ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കൈവിടാത്ത ഒരു ദൈവമുണ്ട്. മനുഷ്യൻ മാറ്റിവിടും എന്നാൽ ദൈവം ചേർത്ത് പിടിക്കും. മനുഷ്യൻ കൈവിടും എന്നാൽ ദൈവം മാറോട് അടയ്ക്കും. മനുഷ്യൻ സ്വന്തം ഹല്ലേലൂയ ഇറങ്ങി പൊക്കോ എന്ന് പറയും. എന്നാൽ യേശു പറയും, ആ മക്കളെ ഞാനുണ്ടെന്ന് പറയും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സകലരും നിന്നെ മാറ്റി വിടുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ അത് യേശുവിന്റെ കരമേ ഉള്ളൂ. മനുഷ്യൻ മാറ്റി വിടുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മൾ വിശപ്പറിയുന്ന ദൈവം, നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ വിശപ്പറിയുന്ന ദൈവം, നമ്മൾ പറയാതെ തന്നെ നമ്മുടെ യാത്രികളുടെ അവസ്ഥ കാണുന്ന ദൈവം, നമ്മൾ പറയാതെ
പകലുകളെ കാണുന്ന ദൈവം, നമ്മൾ പറയാൻ തന്നെ നമ്മുടെ സകല അവസ്ഥകൾ കാണുന്ന ഒരു ദൈവം ഇതിനകത്ത് നമ്മുടെ കർത്താവ് കൊണ്ട്. ആ കർത്താവ് നമ്മയാണ്, നമ്മൾ കർത്താവാണ്. ഇതിനകത്തിരിക്കുന്ന പൈതലെ സകലതും കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും എന്റെ വിശപ്പ് ആരും കണ്ടില്ല. പക്ഷേ യേശു പറയും, മക്കളെ നിന്റെ വിശപ്പ് എനിക്കറിയാം, നീ പറയണ്ട. ഇവരുടെ വിശപ്പ് പറഞ്ഞപ്പോഴാണോ? അല്ല, ഇവരുടെ വിശപ്പ് പറഞ്ഞില്ല. ദൈവത്തിന് സ്വന്തം. പക്ഷേ വിശപ്പ് പറയാതിരുന്നപ്പോഴും യേശു പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഹല്ലേലൂയ. ഇവർക്കൊല്ല ഭക്ഷിക്കാൻ കൊടുക്കാൻ പറ്റുമോ? അർത്ഥം എന്താ? ഇവർ വിശക്കുന്നെന്ന് പറയാതെ തന്നെ ഇവരുടെ വിശപ്പ് അറിഞ്ഞ ദൈവം, ഇവരുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം, ഇവരുടെ രോഗം പറയാതെ തന്നെ ഇവരുടെ രോഗം അറിഞ്ഞ ദൈവം, ഇവരുടെ പാപത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ ദൈവം, ഇവരുടെ അകത്ത് ക്രിസ്തുവിനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങളുടെ അവസ്ഥകളെ കണ്ട ദൈവം, ഇത് ചിന്തകൾ അറിഞ്ഞ ദൈവം, യേശുവിനായി നിൽക്കാൻ ദാഹമുള്ള ദാഹത്തെ അറിഞ്ഞ ദൈവം. ജീസസ്, ഹല്ലേലൂയ. വിശപ്പ് പറഞ്ഞ ദൈവം. ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്റെ വിശപ്പ്, നിന്റെ ദാഹവും, നിന്റെ സകല അവസ്ഥകളും കാണുന്ന ഒരു കർത്താവുണ്ട്, അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവരോട് പറഞ്ഞു. അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. 5 അപ്പവും എത്ര മീനുണ്ട്? 2 മീനുണ്ടെന്ന് നേരത്തെ. പിന്നെ അവൻ അവരോട് പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അപ്പന്റെ അടുത്തിരുന്നപ്പോൾ അവർ വിശപ്പ് അറിഞ്ഞില്ല, അവർ ദാഹം അറിഞ്ഞില്ല, അവർ വൈകി അറിഞ്ഞില്ല, അവർ ദിവസം പോയത് അറിഞ്ഞില്ല, അവരുടെ ക്ഷീണങ്ങൾ അറിഞ്ഞില്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന പൈതലെ, നീ വിശപ്പ് അറിയത്തില്ല. ഈ ലോകത്തിലുള്ള വിശപ്പിനെക്കാളും വലിയൊരു ആഹാരം തരുന്ന കർത്താവ് ആ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന മകനെ, മകളെ, നിന്റെ വിശപ്പ് അറിയുന്നൊരു ദൈവമുണ്ട്. നീ അറിഞ്ഞില്ലെങ്കിലും നിന്റെ വിശപ്പ് അറിയുന്നൊരു ദൈവം ആ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന മകനെ, മകളെ, നിന്റെ വിശപ്പ് അറിയുന്ന ദൈവം. നീ പറയാതെ തന്നെ നിന്റെ വിശപ്പ് അറിയുന്ന ദൈവം, നീ പറയാതെ തന്നെ നിനക്ക് വേണ്ടിയുള്ള ആഹാരം ഒരുക്കി പന്തിക്ക് ഇരുത്തുന്ന ദൈവം. മനസ്സിലായി? നീ അറിയാതെ ഞാൻ നിങ്ങളും അറിയാതെ നമുക്കുള്ള ആഹാരം സ്വർഗത്തിൽ ഒരുക്കി വെച്ച് പന്തിക്ക് ഭൂമിയിൽ ഇരുത്തുന്ന ദൈവം. നമുക്ക് ഉള്ള ആഹാരം കർത്താവ് ഉയരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിളിച്ച് വരുത്തി ഇരുത്തുന്ന ദൈവം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവൻ 150 വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാരുടെ കരത്തിൽ കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങൾ മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു. അപ്പൊ സ്ത്രീകൾ എത്ര കാണും, കുട്ടികൾ എത്ര കാണും? ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ മാത്രം പോഷിപ്പിച്ച്, അതിനൊപ്പം വന്ന സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട തിരിച്ചെടുത്ത എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ ആവശ്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ആവശ്യം അറിയുന്ന ദൈവം, എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയുന്ന ദൈവം, അവരുടെ വിശപ്പ് പറഞ്ഞ ദൈവം, അവരുടെ ആവശ്യം പറഞ്ഞ ദൈവം, അവരുടെ ആവേശം പറഞ്ഞ ദൈവം, അവരുടെ ആഗ്രഹം പറഞ്ഞ ദൈവം, അവരൊന്നും പറഞ്ഞില്ല, പക്ഷേ അവരെ സകലത കണ്ട ദൈവം. എന്റെ ദൈവം പറഞ്ഞ മക്കളെ, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്ക്. അവരെ പന്തിക്കിരുത്ത്. അവരെ വിശപ്പാറച്ചിട്ട് ദൈവം വിട്ടുള്ളൂ. ഇന്നിനകത്തിരിക്കുന്ന മകനെ, മകളെ, വ്യത്യസ്തമായ നിലവാരത്തിനകത്ത് നീ ഒരു വിശപ്പ് അനുഭവിക്കുന്നെങ്കിൽ, ഒന്ന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വിശപ്പായിരിക്കാം, ഒന്ന് പാപത്തെ ജയിച്ച് ജീവിക്കാനുള്ള വിശപ്പായിരിക്കാം, ഒന്ന് ചിലപ്പോ ഒരുപക്ഷെ ക്രിസ്തു നടന്നതുപോലെ നടക്കാനുള്ള ഒരു വിശപ്പായിരിക്കാം, ഒരുപക്ഷെ ക്രിസ്തു യേശുവിന്റെ നിറഞ്ഞ് ജീവിക്കാനുള്ള വിശപ്പായിരിക്കാം, ഒരുപക്ഷെ അഭിഷേകത്തിന്റെ നിറവിൽ നിറഞ്ഞ് ജീവിക്കാനുള്ള വിശപ്പായിരിക്കാം. ക്രിസ്തു കാണുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഇനി എന്ത് ചെയ്യും, ഇന്നിനി എന്ത് ചെയ്യും, കർത്താവ് ശാരീരമായിട്ട് വിലകിരുന്നുണ്ട്, അവരുടെ തലകൾക്ക് ഇന്ന ആവശ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞരങ്ങുന്ന ഒരു വിശപ്പായിരിക്കാം. ഏത് വിശപ്പായിരുന്നാലും നമ്മൾ പറയാതെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ആമേൻ.
എല്ലാം കാണുന്ന ഒരു ദൈവം ഇന്ന് ഇതിനകത്ത് നമ്മുടെ നടുവിലുണ്ട്. രാജാവായി, കർത്താവായി ഇപ്പൊ മാത്രമല്ല എപ്പോഴും ഉണ്ട്. നമ്മൾ പോകുന്നിടത്തുണ്ട്, നമ്മൾ വരുന്നിടത്തുണ്ട്, നമ്മുടെ രാത്രികളിലുണ്ട്, നമ്മുടെ പകലുകളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മളിതാ യേശുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ. താങ്ങുന്ന കരവുമായി, തണുപ്പിക്കുന്ന കരവുമായി നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടുത്ത എല്ലായിടത്തും നടത്തുവാൻ മതിയായവനാണ്. ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വിശ്വസ്തയോടെ താഴ്ന്നു കൊടുത്താൽ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയെ വരുന്ന നാളിൽ കാണുവാൻ ഇടയായിത്തീരും. ദൈവം കേൾപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ വീട് കിടന്നാൽ, കർത്താവേ ഞാനല്ല, എന്റെ ക്രിസ്തു എനിക്ക് അങ്ങേക്കായി നിൽക്കണം, അങ്ങേക്കായി ജീവിക്കണം, അങ്ങനെ എനിക്ക് മറന്നിരിക്കണം. എനിക്ക് വേണ്ടപ്പ, എനിക്ക് വേണ്ട. ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു ദാഹം, ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയാനൊരു ദാഹം, ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കേണ്ട ദാഹം, മുഴുവനും പൊട്ടിച്ച് ക്രിസ്തുവിന്റെ മുമ്പിൽ വെളിപ്പെടുത്താനൊരു ദാഹം. ഞാനല്ല, എന്റെ യേശു നിറഞ്ഞ് ആ സൗരഭ്യവാസന പുറത്തു കൊണ്ടുവരുന്ന ദാഹം നിങ്ങൾക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞിട. ഞാൻ ഉടഞ്ഞ് പൊട്ടി തകർന്ന ശേഷം ക്രിസ്തു യേശുവിന്റെ സൗരഭ്യവാസന അത് മറ്റുള്ളവർ മടക്കാനുള്ള ഒരു ദാഹം കർത്താവ് എനിക്കുണ്ട്. അപ്പ ആ ദാഹമുള്ള മക്കളെ ദൈവം കാണുന്നുണ്ട്. ഈ ആരാധനയ്ക്കകത്തപ്പത്തിന് അറിയുന്നുണ്ട്. ഇന്ന് ഏതൊക്കെ അവസ്ഥയാണെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഇവരുടെ വിശപ്പ് ആരോട് പറഞ്ഞില്ല, പക്ഷെ വിശപ്പ് പറഞ്ഞിട്ട് യേശു പന്തിക്കിരുത്തി അവര് പോയപ്പോൾ എങ്ങനെ പോയി? തിരിച്ചു പോയപ്പോ എങ്ങനെ പോയി? വിശപ്പോടെ പോയതാണോ? വിശപ്പ് മാറിപ്പോയതാണോ? ഇല്ല, വിശപ്പ് മാറിപ്പോയി. ബലത്തോടെ പോയി, സന്തോഷത്തോടെ പോയി, സമാധാനത്തോടെ പോയി, ധൈര്യത്തോടെ പോയി. ഇന്ന് വേദനയോടെ വന്നെങ്കിൽ തിരികെ പോകുമ്പോൾ സമാധാനത്തോടെ ക്രിസ്തുവിന്റെ ആശ്വസ്തകളാണ് നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. വായിച്ച അടുത്ത വചനം വായിച്ചേ. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അങ്ങനെ ബേത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടൽ കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4 യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവൻ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ധൈര്യപ്പെടും മക്കളെ, ഞാൻ. അടുത്തവരിവിടെ വായിച്ചേ. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. മതി, കാറ്റ് എന്ത് ചെയ്തു? അമർന്നു. ചില കാറ്റുകൾ അമർത്തുന്ന പകരാ ജീവിതത്തിനകത്ത് മുന്നോട്ട് വിടുകയും അവകാശപ്പെടുന്ന ചില കാറ്റുകളെ സ്തോത്രം. മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെ ഭാഗത്ത് ഏത് ഭാഗത്തുള്ള കാറ്റെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ തകർക്കുന്ന ചില കാറ്റുകളെ ഉടയ്ക്കുന്ന ഒരു കർത്താവ് വന്നിട്ട് അപ്പച്ച പറഞ്ഞ മക്കളെ, ഈ കാറ്റുകളെ തകർക്കുന്ന ഒരു കർത്താവ് ദൈവം. കർത്താവ് പറഞ്ഞ മക്കളെ, ഞാൻ ആ ശക്തി നിന്റെ മേലെ പകരും. നീ ആ കാറ്റിനെ തകർത്ത് ജയത്തോടെ മുന്നോട്ട് പോകും. നീ എന്നും ഇങ്ങനെ കാറ്റിന്റെ ഗതി കണ്ട് പേടിക്കുന്ന ഒരാളായിട്ടല്ല. ഭയപ്പെടേണ്ട. നീ ശാസിക്കുമ്പോൾ അവയെ തകർത്ത് കളയാൻ തക്കതായ ഒരു അധികാരം ഞാൻ നിന്റെ മേലും ഇന്ന് ഞാൻ കൈമാറും. ജീസസ്, നിന്റെ മേലെ ഞാൻ കൈമാറും. നിന്റെ മേലെ ഞാൻ ഇന്ന് കൈമാറും. നിന്റെ മേലും ആ ശക്തിയെ കൈമാറും. നിന്റെ മേലെ ആ കൃപയെ കൈമാറും. ഹല്ലേലൂയ. നീ ആ കാറ്റിന്റെ ഗതി കാണുമ്പോൾ, കാറ്റിന്റെ പ്രതിസന്ധി കാണുമ്പോൾ അവയെ കണ്ട് പേടിച്ച് ഓടിച്ചിരിക്കുന്നതല്ല. അവയെ കാണുമ്പോൾ നീ ആത്മാവിൽ ഇറങ്ങി ചെന്ന് ശാസിക്കാം. ജീസസ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചേ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനെ അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനെ അധികാരം ഉണ്ടാകുവാൻ അതിനുവരെ നിയമിച്ചു. കർത്താവ് നിയമിക്കുകയാണ്. ഇന്ന് ഇതിനകത്തും ചില മക്കൾ കർത്താവ് കാണുകയാണ്. കർത്താവ് പറയുന്നു, അവൻ അരികെ വിളിക്കുന്ന കർത്താവ്. ചില കൃപകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകളെ നിന്നെ അരികെ വിളിക്കുന്ന കർത്താവ് വന്നിട്ടുണ്ട്. നിന്നെ അടുത്ത് വിളിച്ച് ചിലത് കൈമാറാൻ കഴിവുള്ള കർത്താവ് വന്നിട്ടുണ്ട്. നിനക്കെതിരെ വരുന്ന കാറ്റിനെ ശാസിക്കാൻ, പ്രതികൂലങ്ങളെ ശാസിക്കാൻ, അന്ധകാര ശക്തികളെ ഉടച്ചു മാറ്റാൻ, ദൈവശക്തിയാൽ നിറയാൻ, ആത്മാവിനെ ജ്വലിച്ച് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ, ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ, ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കാൻ, ഓരോ സെക്കൻഡ് ക്രിസ്തുവിനോട് കൂടെ നടക്കാൻ
ഓ ആമേ, കൊയ്ത്ത് ഏറെയുണ്ട്, വേലക്കാർ ചുരുക്കം. ഇതിനകത്ത് ചില മക്കളെ കൊയ്യാൻ അയക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഓ, വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം അവരെ തിരയുന്നുണ്ട്, അവരെ അടുക്ക വിളിക്കുന്നുണ്ട്, അവരുടെ ഒരു ശക്തിയെ പകരാൻ. ഓ, നീ കഴിഞ്ഞ നാളുകൾ വ്യത്യസ്തമായ വിഷയത്തിലാണ് നീ ഒതുങ്ങി തകർന്നിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സകല കോട്ടകളെ പൊട്ടിച്ച് ഇന്ന് നിന്നെ അടുക്ക വിളിച്ച്, കോട്ടകളെ പൊട്ടിച്ച് അടുക്ക വിളിച്ച് നിന്റെ മേൽ ദൈവ കൃപയെ പകർന്ന് വരുന്ന നാളുകളിൽ അപ്പന്റെ മഹത്വത്തിനായി, എല്ലാ അപ്പന്റെ മഹത്വത്തിനായി, എല്ലാ അപ്പന്റെ മഹത്വത്തിനായി അപ്പൻ എന്താഗ്രഹിക്കുന്നു. ഓ, ആമേൻ, 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 ആമേൻ. പറഞ്ഞേ, എന്നെ വരിക വിളിച്ച്, എന്നെ അരികെ വിളിച്ച് അടുത്തിരുത്തുന്ന മകനാണ്, അടുത്തിരുത്തുന്ന മകനാണ്. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പന്റെ കൂടെ ഇരിക്കുന്ന സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ആ കൃപയ്ക്കകത്തിരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ പല സന്ദർഭങ്ങളിൽ നീ അകത്ത് പോയതുപോലെ, പാവൻ ജീവിതത്തിൽ ഒന്ന് അകത്ത് പോയതുപോലെ, 2 ദിവസം നീ അടുത്തിരിക്കും, 3-ാം ദിവസം അകത്ത് പോയതുപോലെ, ഇല്ല ഇല്ല ഇനി ഒരിക്കലും മാറിപ്പോകാത്ത വിധം അടുത്തിരിക്കാൻ. ശകമന റൂഢമന ദീപലതന രഥരതന ശകമന. നീ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുക, 2 ദിവസം അടുത്തിരിക്കും, 3-ാമത്തെ ദിവസം അടുത്തിരിക്കാൻ പാടില്ല. കാരണം വിശ്വാസം കുറയുന്നു, ദാഹം കുറയുന്നു, ആവേശം കുറയുന്നു, ആഗ്രഹം കുറയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയും, നിന്റെ അകത്ത് ആവേശം തരാൻ, നിന്റെ അകത്ത് ശക്തി തരാൻ, നിന്റെ അകത്ത് ബലം തരാൻ, അന്ത്യം വരെയും ക്രിസ്തുവിൽ നിലനിന്ന് ഓടുവാൻ ശക്തി തരാൻ കഴിവുള്ളൂ. അടുത്ത് വിളിച്ചിരുത്തി 2 ദിവസം ഇരിക്കും, 3-ൽ നിന്ന് പേടി. ഇസ്രായേൽ മക്കൾ പുറകോട്ട് പോകുന്നു. സമൂഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പുറകോട്ട് പോകുന്നു. പുറകോട്ട് പോയ ഇസ്രായേൽ മക്കൾ, ഓ സ്തോത്രം, 40 രാവും പകലും പേടിച്ച് ഭയപ്പെട്ട് പുറകോട്ട് പോകുമ്പോൾ ഇതാ സ്തോത്രം, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി, അഭിഷേകമുള്ളവൻ, കൃപയുള്ളവൻ, ദാഹമുള്ളവൻ, ആവേശമുള്ളവൻ, ഓർമ്മുള്ളവൻ, ക്രിസ്തു പറഞ്ഞ വാക്കിൽ ഓർമ്മുള്ളവൻ, അവന് പേടിയില്ല. അവൻ പറയും, ധൈര്യത്തോടെ പറയും, ഓ കഴിഞ്ഞ നാളുകളിൽ എന്നെ പല സ്ഥലത്ത് നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്, അവൻ ഇവിടെ നിന്നും വിടുവിച്ചിരിക്കും. പറഞ്ഞേ, കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ശോധനയും ഒരുപാട് പ്രതികൂലവും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, അവിടെ എന്റെ അടുത്തിറങ്ങി വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് അവന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഇതിനേക്കാൾ വലിയ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് വെളിയിൽ കൊണ്ടുവന്നില്ലേ ആ ദൈവം, ആ ദൈവം, ആ ദൈവം ഇന്ന്, ആ ദൈവം ഇന്നും ഇറങ്ങി വന്ന് രക്ഷിക്കാം നമ്മുടെ അടുത്തോട്ട്. പക്ഷേ വിശ്വാസം വേണം. എന്ത് വേണം? വിശ്വാസം. എന്തെന്നുള്ള വിശ്വാസം? എന്നെ യേശുവാണ് വിളിച്ച് പുറത്തിറക്കിയെന്ന്, ഞാനല്ല, എന്നെ ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം. ദാവീദ് ഞാനല്ല, എന്നെ ക്രിസ്തു എന്നൊരു കാൽ വെച്ചു മല്ലനായ ഗോലിയത്തിന്റെ മേൽ ഒറ്റക്കല്ലേ അവിടെ പതിപ്പിച്ച ദൈവമായിരുന്നു, തകർത്ത ദൈവമായിരുന്നു, ജയം പ്രാപിച്ച ദൈവമായിരുന്നു, ജയിച്ച ദൈവമായിരുന്നു. ദാവീദല്ല ജയിച്ചത്. ദാവീദ് ദൈവം ജയിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, നമ്മൾ ദൈവം ജയിക്കാൻ പോവുക. ഇത്രക്ക് മനസ്സിലായി? നമ്മൾ താടിത് കൊടുക്കാൻ പോവുക, കർത്താവ് മഹത്വം എടുക്കാൻ പോവുക. ഇന്ന് നീ തിരിച്ചു പോകുമ്പോ വന്നത് പേടിച്ചായിരിക്കാം, വന്നത് മാറി മാറി അകന്ന് ഒരു അലസതയോടെ മടിയോടെ ഒരു 2 ദിവസം കർത്താവിന്റെ മുമ്പിൽ ഇരിക്കും. 3-ാമത്തെ ദിവസം ആ സാന്നിധ്യം, ആ ദൈവകൃപയ്ക്കകത്ത് ഇരിക്കാൻ പറ്റാതെ എവിടെയോ അകന്ന് നഷ്ടപ്പെട്ട ആളായിട്ടായിരിക്കാം. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകുന്നു, പിന്നെ വീണ്ടും കുറെ നാൾ അങ്ങനെ അകന്നു പോകുന്നു. അങ്ങനെ ഒരാളായിട്ട് വന്നത്. പക്ഷേ ഹല്ലേലൂയ, നിന്നെ പേടിപ്പിച്ച് നിന്നെ പുറകോട്ട് തെറ്റിപ്പിക്കുന്ന ആ ശക്തികളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിറഞ്ഞ്, ഞാനും നിങ്ങൾ ഒരു ദൈവ വൈദ്യരാണെന്നും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ഉണ്ടെന്നും കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നും. ഓ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്നത് പേടി പിശാചിന്റെ ആത്മാവല്ല, തിരുത്തത്തിന്റെ ആത്മാവല്ല നമ്മൾ പ്രാപിച്ചത്. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവല്ല പ്രാപിച്ചത്, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ചത് ഏത് ആത്മാവാ? സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും. പിന്നെ ബലം കുറയ്ക്കുന്ന ആത്മാവല്ല, ശക്തി തരുന്ന ആത്മാവ്. പറഞ്ഞേ, ശക്തി തരുന്ന ആത്മാവ്, ശക്തി തരുന്ന പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള ശക്തി, പ്രതിസന്ധികളെ ജയിക്കാനുള്ള ശക്തി. ഓ ജീസസ്, മല്ലനെ പോലെയുള്ള പ്രശ്നങ്ങളെ
പിന്നെയോ അവനെ കീഴടക്കാൻ, അവനെ എടുക്കാനുള്ള ശക്തി, കല്ലെടുക്കാനുള്ള ശക്തി, അത് ചെയ്യാനുള്ള ശക്തി. ഓഹോ, ഒരു കൂട്ടപ്പെട്ട പട പോലെ ബാക്കിലോട്ട് പോകുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ജീസസ്, ഹല്ലേലൂയ, ആത്മാവിൽ സഞ്ചരിക്കാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു നമ്മുടെ ആമേൻ നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. മറന്നു പോകരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന സമയം പോയി മർക്കോസ് സുവിശേഷം വായിച്ചേ. മർക്കോസ് സുവിശേഷം വായിച്ചേ. 3-13 വാക്യം വായിച്ചേ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. തന്നോട് കൂടെ ഇരിപ്പാൻ, കൂടെ ഇരിപ്പാൻ, അപ്പന്റെ കൂടെ ഇരിക്കാൻ. കഴിഞ്ഞ നാളുകളിൽ ഇതിനകത്ത് കൂടെ ഇരുന്ന സാന്നിധ്യത്തിൽ നിറഞ്ഞ് പോയവരാ അനേകര്. പക്ഷേ കർത്താവേ, എനിക്ക് 2 ദിവസം എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. 1, നമ്മുടെ വിശ്വാസം കുറയുന്നു. 2, ദാഹം കുറയുന്നു. ഇതാണ് ഈ 2 കാരണമാണ് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാനും ക്രിസ്തുവിൽ നടക്കാനും പറ്റാത്ത റീസൺ. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? എനിക്കൊരു ആവശ്യം വേണം ആ ജീവിതത്തിലൂടെ നടക്കാൻ. 2, എനിക്ക് ഒരു വിശ്വാസം വേണം. ഇത് പറഞ്ഞത് ഞാനല്ല, യേശുവാണെന്ന്. അല്ലേ എലിയ? ഇത് 2 ആത്മാവിനെ തരാൻ പറ്റൂ. അതിലോട്ട് നടക്കാനുള്ള ആവേശം. സക്കായി നോക്കി, സക്കായി എങ്ങനെയായിരുന്നു? സ്വന്തം ഹല്ലേലൂയ. പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാത്തോണ്ട് അയാൾ ബാക്കിലോട്ട് പോയെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. പിന്നെ എന്ത് ചെയ്തു? ഞാൻ കണ്ടിട്ട് പോകും. അയാൾ മുന്നോട്ട് പോയി, കാട്ടത്തിന്റെ മുകളിൽ കയറി. അങ്ങനെ കയറിയപ്പോൾ യേശുവോടെ ദാഹത്തോടെ ഇരുന്നാൽ യേശു പ്രവർത്തിക്കും. അല്ലേ? 1 മടിയോടെ അല്ല, ഇന്ന് കിട്ടത്തില്ല പോട്ടെ, ഇനി അടുത്ത ആഴ്ച, അങ്ങനെയല്ല. ഇല്ല, ഞാൻ യേശു എന്നിലുമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു, വിശ്വാസത്തെ ദാഹിക്കുന്ന ഉള്ളങ്ങൾ നിറയ്ക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എനിക്ക് ജയജീവിതം നയിക്കാനുള്ള ശേഷിയില്ല. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇല്ല. ജയജീവിതം നയിക്കാൻ, പാപത്തെ ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല സ്നേഹിതരെ. എത്ര പ്രാർത്ഥിച്ചാലും പറ്റത്തില്ല. ജയിക്കണമെങ്കിൽ ഞാൻ തോറ്റു കൊടുത്താലേ പറ്റൂ, ഞാൻ മരിച്ചാലേ പറ്റൂ. കാരണം ഈ ജഡ എപ്പോഴും പാപം ചെയ്യാനേ ഇഷ്ടപ്പെടൂ. പിന്നെയോ യേശുവിന് മാത്രമേ അവിടെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അവിടെ ഞാൻ തോറ്റു കൊടുത്താലേ പറ്റൂ, അവിടെ ഞാൻ മരിച്ചു കൊടുത്താലേ പറ്റൂ. ഒന്നിനും എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദൈവമേ, ഇതാ ഞാൻ മരിച്ചേ, നീ ജയിച്ചോ എന്ന് എവിടെ പറയോ അവിടെ വിജയമുണ്ട്. അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങുകയല്ല. പിന്നെ സ്വത്രം, ആ ജയത്തിന് വേണ്ടി എനിക്ക് ആഗ്രഹവും വേണം, സ്വത്രം, പിന്നെ വിശ്വാസം വേണം. ഇങ്ങനെ പോകുമ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ശ്രദ്ധിക്കണം, വളർച്ചയുണ്ടോ, അവിടെ എവിടെയെങ്കിലും വളരുന്നുണ്ടോ, അതോ വളർച്ചയില്ലയോ എന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് നോക്കണം, എന്തുകൊണ്ട് വളർച്ചയില്ല? എന്റെ വിശ്വാസം മങ്ങലേറ്റു. പിന്നെ എന്തുകൊണ്ട് വളർച്ചയില്ല? ആവേശവും കുറഞ്ഞു. പഴയ ആവേശം ഇപ്പൊ എനിക്കില്ല. ഇപ്പൊ എനിക്ക് ആഗ്രഹവും ആവേശങ്ങളെല്ലാം പറ്റി. എന്നാൽ സക്കായി അങ്ങനെയല്ല. ഞാൻ മുന്നോട്ട് ചെന്ന് എന്റെ യേശു എങ്ങനെ ഉള്ളവനെന്ന് ഞാൻ കാണണം. അപ്പൊ അങ്ങനെ അവന്റെ ഹൃദയത്തിനകത്തുള്ള ആവേശം, ആഗ്രഹവും ദൈവം കണ്ടിട്ട് ആവേശമുള്ളവൻ ഇരുന്നെടുത്ത് കൃപ നൽകുന്നവനെ ഇറങ്ങി. കേട്ടോ? ആവേശമുള്ളവൻ ഇരുന്നെടുത്ത് കൃപയുടെ ഉറവിടം എന്ത് ചെയ്തു? ഇറങ്ങി. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. തന്നോട് കൂടെ ഇരിപ്പാൻ, കൂടെ ഇരിപ്പാൻ, അപ്പന്റെ കൂടെ ഇരിക്കാൻ. കഴിഞ്ഞ നാളുകളിൽ ഇതിനകത്ത് കൂടെ ഇരുന്ന സാന്നിധ്യത്തിൽ നിറഞ്ഞ് പോയവരാ അനേകര്. പക്ഷേ കർത്താവേ, എനിക്ക് 2 ദിവസം എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. 1, നമ്മുടെ വിശ്വാസം കുറയുന്നു. 2, ദാഹം കുറയുന്നു. ഇതാണ് ഈ 2 കാരണമാണ് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാനും ക്രിസ്തുവിൽ നടക്കാനും പറ്റാത്ത റീസൺ. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? എനിക്കൊരു ആവശ്യം വേണം ആ ജീവിതത്തിലൂടെ നടക്കാൻ. 2, എനിക്ക് ഒരു വിശ്വാസം വേണം. ഇത് പറഞ്ഞത് ഞാനല്ല, യേശുവാണെന്ന്. അല്ലേ എലിയ? ഇത് 2 ആത്മാവിനെ തരാൻ പറ്റൂ. അതിലോട്ട് നടക്കാനുള്ള ആവേശം. സക്കായി നോക്കി, സക്കായി എങ്ങനെയായിരുന്നു? സ്വത്രം, ഹല്ലേലൂയ. പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പുരുഷന്റെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാത്തോണ്ട് അയാൾ ബാക്കിലോട്ട് പോയെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. പിന്നെ എന്ത് ചെയ്തു? ഞാൻ കണ്ടിട്ട് പോകും. അയാൾ മുന്നോട്ട് പോയി, കാട്ടത്തിന്റെ മുകളിൽ കയറി. അങ്ങനെ കയറിയപ്പോൾ യേശുവോടെ ദാഹത്തോടെ ഇരുന്നാൽ യേശു പ്രവർത്തിക്കും. അല്ലേ? 1 മടിയോടെ അല്ല, ഇന്ന് കിട്ടത്തില്ല പോട്ടെ, ഇനി അടുത്ത ആഴ്ച, അങ്ങനെയല്ല. ഇല്ല, ഞാൻ യേശു എന്നിലുമാണ് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പച്ചൻ പറഞ്ഞു, വിശ്വാസത്തെ ദാഹിക്കുന്ന ഉള്ളങ്ങൾ നിറയ്ക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എനിക്ക് ജയജീവിതം നയിക്കാനുള്ള ശേഷിയില്ല. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇല്ല. ജയജീവിതം നയിക്കാൻ, പാപത്തെ ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല സ്നേഹിതരെ. എത്ര പ്രാർത്ഥിച്ചാലും പറ്റത്തില്ല. ജയിക്കണമെങ്കിൽ ഞാൻ തോറ്റു കൊടുത്താലേ പറ്റൂ. ഞാൻ മരിച്ചാലേ പറ്റൂ. കാരണം ഈ ജഡ എപ്പോഴും പാപം ചെയ്യാനേ ഇഷ്ടപ്പെടൂ, പാപം ചെയ്യാൻ ഇഷ്ടപ്പെടൂ. പിന്നെയോ യേശുവിന് മാത്രമേ അവിടെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അവിടെ ഞാൻ തോറ്റു കൊടുത്താലേ പറ്റൂ, അവിടെ ഞാൻ മരിച്ചു കൊടുത്താലേ പറ്റൂ. ഒന്നിനും എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദൈവമേ, ഇതാ ഞാൻ മരിച്ചേ, നീ ജയിച്ചോ എന്ന് എവിടെ പറയോ അവിടെ വിജയമുണ്ട്. അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങുകയല്ല. പിന്നെ സ്വത്രം, ആ ജയത്തിന് വേണ്ടി എനിക്ക് ആഗ്രഹവും വേണം, സ്വത്രം, പിന്നെ വിശ്വാസവും വേണം. ഇങ്ങനെ പോകുമ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ശ്രദ്ധിക്കണം, വളർച്ചയുണ്ടോ, അവിടെ എവിടെയെങ്കിലും വളരുന്നുണ്ടോ, അതോ വളർച്ചയില്ലയോ എന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് നോക്കണം, എന്തുകൊണ്ട് വളർച്ചയില്ല? എന്റെ വിശ്വാസം മങ്ങലേറ്റു. പിന്നെ എന്തുകൊണ്ട് വളർച്ചയില്ല? ആവേശവും കുറഞ്ഞു. പഴയ ആവേശം ഇപ്പൊ എനിക്കില്ല. ഇപ്പൊ എനിക്ക് ആഗ്രഹവും ആവേശങ്ങളെല്ലാം പറ്റി. എന്നാൽ സക്കായി അങ്ങനെയല്ല. ഞാൻ മുന്നോട്ട് ചെന്ന് എന്റെ യേശു എങ്ങനെ ഉള്ളവനെന്ന് ഞാൻ കാണണം. അപ്പൊ അങ്ങനെ അവന്റെ ഹൃദയത്തിനകത്തുള്ള ആവേശം, ആഗ്രഹവും ദൈവം കണ്ടിട്ട് ആവേശമുള്ളവൻ ഇരുന്നെടുത്ത് കൃപ നൽകുന്നവനെ ഇറങ്ങി. കേട്ടോ? ആവേശമുള്ളവൻ ഇരുന്നെടുത്ത് കൃപയുടെ ഉറവിടം എന്ത് ചെയ്തു? ഇറങ്ങി. ഹല്ലേലൂയ. കർത്താവ് നമുക്കുണ്ട്. കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഞാൻ യേശുവോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയെന്ന് ഒരു കാര്യവും നടക്കത്തില്ല. കർത്താവിനോട് കൂടെ താമസിക്കാൻ പറ്റത്തില്ല, പാർക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു വിശ്വാസം നമുക്ക് വരണം. അത് കർത്താവിന്റെ ആത്മാവാണ് തരേണ്ടത്. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെയോ സക്കായിയെ പോലെ ദാഹവും വർദ്ധിക്കണം. എന്തൊന്നിലുള്ള ദാഹം? യേശുവിനെ പോലെ ആകാനുള്ള ദാഹം. ഈ ദാഹം വർദ്ധിക്കാത്തടത്തോളം കാലം ഒരു ജയ ജീവിതം നയിക്കാനോ ക്രിസ്തുവിന്റെ അടുക്കൽ എപ്പോഴും ഇരിക്കാനോ കഴിയത്തേയില്ല. എപ്പം നോക്കിയാലും സ്വന്തം പാപേറ്റു പറയാനേ നേരമുള്ളൂ. എപ്പം നോക്കിയാലും അയ്യോ കർത്താവ് ഞാൻ ഇത് ചെയ്തു, കർത്താവ് ഞാൻ അത് ചെയ്തു, കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് പറയാനേ നേരം വരും. പക്ഷെ അതിൽ നിന്നൊരു ജയം വരണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല. പിന്നെയോ ഒന്ന് വിശ്വാസം വേണം, രണ്ട് ദാഹം വേണം. പിന്നെയോ ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്ന ഉറപ്പ് വന്ന ശേഷം ഒന്ന് വിശ്വാസം വേണം. ഇനി ഞാനല്ല ക്രിസ്തു എന്നുള്ള വിശ്വാസം വേണം. രണ്ട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമല്ല, ഒരു ആവേശവും വേണം. ഞാനല്ല, യേശു മാത്രം എന്നിൽ ജീവിക്കുന്നു. യേശു ജയാളിയാണ്, യേശു ജയാളിയാണ്. ആ ജയം എനിക്കും അവകാശമാണ്. ആ ഒരു വിശ്വാസത്തോടെ പോകുമ്പോൾ കർത്താവ് നമുക്ക് ഓരോ സെക്കൻഡും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പ്രതികൂലങ്ങൾക്ക് പേടിക്കേണ്ട. കർത്താവ് അടുക്ക വിളിച്ചു. വായിച്ച മർക്കോസ് ശേഷം വായിച്ചാം ഒന്നുകൂടെ. അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. കണ്ട ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വ്യക്തികൾ സത്യസുവിശേഷം അറിയാതെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അതോട് മനസ്സിലായി? ഒരുപാട് അവർക്ക് അറിയത്തില്ല, സത്യസുവിശേഷം അറിയത്തില്ല. അങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് ചുരുക്കമാണ്. അങ്ങനെയുള്ളവരുടെ ആലയത്തിനകത്തും ഭയങ്കര ആൾക്കാരൊന്നും കൂടത്തില്ല. എന്താ കൂടാത്തെ? സ്തോത്രം എന്ന് പറഞ്ഞാൽ കൂടാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് അവരെ പഴയ കാര്യങ്ങൾ, ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അതൊക്കെ പറയുന്ന ഒരു ആരാധനയാണെങ്കിൽ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടും. യേശുവിന്റെ ക്രൂശീകരണവും യേശുവിന്റെ വചനവും ആ വിശുദ്ധീകരണവും ആ പാപമോചനവും ക്രിസ്തുവിനോടുള്ള ജീവിതമൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതൊന്നും ആർക്കും അംഗീകരിക്കാനും പറ്റത്തില്ല. ആ സത്യ സുവിശേഷത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ സ്വത്രം ഓരോരുത്തരും ഓരോ റൗണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞ് എത്ര റൗണ്ടിലൂടെ ചുറ്റിക്കറങ്ങിയാലും ഞാനല്ലേ നീ എത്ര കറങ്ങുമ്പോഴും കേൾക്കേണ്ടത്? എന്റെ സത്യത്തിരുന്നതിന്റെ മുൻപിൽ ഇരുന്ന ഞാൻ തരേണ്ടതും ചെയ്യേണ്ടതും എല്ലാം അതത് സമയത്ത് ഞാനല്ലേ ചെയ്യേണ്ടത്. ഒരു ദൈവമല്ലേ ഉള്ളൂ, ഒറ്റ ദൈവമല്ലേ ഉള്ളൂ, ഞാനല്ലേ ചെയ്യേണ്ടത്. സ്വത്രം സത്യസുവിശേഷം അറിഞ്ഞ അനേകർക്ക് സ്വത്രം ടക്കനെ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അത് അത്ര താല്പര്യമില്ല. സ്വത്രം ഒന്ന് ദൂത കേട്ട്, ഇന്നലത്തെ കാര്യം കേട്ട്, ഇന്നത്തെ കാര്യം കേട്ട് സ്വത്രം ഒന്ന് കരഞ്ഞ് പൊട്ടി. എന്റെ യേശുവിന് അങ്ങനെ ഒന്നും അല്ല. യേശുവിന്റെ ശുശ്രൂഷ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കണ്ടോ? യേശുവിന്റെ ശുശ്രൂഷ കണ്ടോ? സ്വത്രം അങ്ങോട്ട് നോക്കി, പുതിയ നിയമം മുഴുവൻ ധ്യാനിച്ചു നോക്കി. ദൈവത്തിന്റെ പുതിയ നിയമ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകൾ കണ്ടോ? ദൈവത്തിന് സ്വത്രം. ദൈവം പറഞ്ഞ ശുശ്രൂഷകൾ എവിടെയൊക്കെ വെളിപ്പെടുവോ അവിടെയെല്ലാം സ്വത്രം. ഒരുപാട് ആൾക്കാർക്ക് വന്ന് കൂടാൻ പറ്റത്തില്ല. കാരണം ഈ വചനത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വചനം
വെളിപ്പെടുമ്പോൾ സ്വത്രം ശത്രു പരാജയപ്പെടുകയാണ്. മാത്രമല്ല ജനം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തപ്പെടുകയാണ്. മറ്റത് ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൊള്ളാൻ തോന്നും, അത് കർണത്തിന് രസമാകും, നമ്മുടെ ജഡത്തിന് രസം തോന്നും, ഒരു ഇതൊക്കെ തോന്നും, ഒരു ജഡത്തിന് ഒരു സന്തോഷം തോന്നും. നമ്മളെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ആലോചന തന്ന നമ്മളെ ജഡത്തിന് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ ദൈവത്തിന് ഒരു സന്തോഷം തോന്നത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സന്തോഷം തോന്നുന്നത് സത്യവചനം കേൾക്കുമ്പോഴാണ്. സത്യവചനം സഭയ്ക്കകത്തില്ലെങ്കിൽ ആ സഭയ്ക്കകത്ത് ഭയങ്കര കയ്യടി, ആരാധനയും ദൂതും ആലോചനയൊക്കെ വെളിപ്പെടും. പക്ഷെ ദൈവം അതിനകത്ത് കാണത്തില്ല. കാരണം കർത്താവ് സ്വത്രം പ്രസംഗിക്കുന്ന എങ്ങനെ നമുക്കറിയാം, കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് ഉപദേശിച്ചത് നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാരുടെ ശുശ്രൂഷ നമുക്കറിയാം, പിന്നെയോ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമുക്ക് വേദ പുസ്തകത്തിലൂടെ അറിയാം. പക്ഷെ ഇത് നമ്മൾ രണ്ടും നമുക്ക് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം. അറിഞ്ഞിട്ട് നമ്മൾ സ്വത്രം അറിയാത്തവരെ പോലെ പോകുമ്പോൾ വചനം അറിയാമെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ സത്യവചനം ഇല്ല. സ്നേഹിതന് ഒരിടത്ത് നിൽക്കുന്നു, അടുത്ത് വേറൊരിടത്ത് പോകുന്നു, അടുത്ത് വേറൊരു പോകുന്നു, അടുത്ത് വേറൊരിടത്ത് പോകുന്നു, എന്നിട്ട് പറയും നന്നായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ ആരാധന നന്നായിരുന്നു. എന്റെ കർത്താവ് പറഞ്ഞു, നീ ചുറ്റി 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 എന്റെ കണ്ണ് വെട്ടിച്ച്, ഞാനല്ല നിന്നെ എവിടെയും നിന്നെ ഏത് വിഷയത്തിലും നിന്നെ തൊടേണ്ടത് ഞാനാണ്. നീ തോണെടുത്തിരുന്നാൽ ഞാൻ നിന്നെ തൊടേണ്ട സമയമാകുമ്പോൾ തൊടും. നീ എത്ര അലഞ്ഞാലും ഞാൻ ദൈവം ഒരാളേ ഉള്ളൂ, ദൈവം ഒരാളാണ് കേൾക്കേണ്ടത്. പക്ഷെ സത്യവചനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ സ്വർഗത്തിലെ നന്മകളും ഈ ഭൂമിയിൽ നമുക്ക് വേണമെന്നുള്ള നന്മകൾ അത് നിലനിൽക്കുന്നതല്ല. എന്നാലും നമ്മൾ നേരത്തെ കേട്ടു, വിശപ്പ് അറിഞ്ഞ ദൈവം. സ്തോത്രം. ഏത് വിശപ്പും, ആത്മീക വിശപ്പാകട്ടെ ഭൗതിക വിശപ്പാകട്ടെ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കൈവിടുകയില്ല. ഇന്ന് അനേകർക്ക് സത്യസുവിശേഷം കിട്ടുന്നില്ല. കേട്ടോ, വചനം പ്രസംഗിപ്പാൻ ഇന്നത്തെ ആഗ്രഹമുണ്ട്. കർത്താവേ, സത്യസുവിശേഷം പറയാൻ. ഹല്ലേലൂയ. മനുഷ്യനെ ഇളക്കി ഒന്ന് തകർക്കാനല്ല, പിന്നെയോ സത്യസുവിശേഷം പറയാൻ. ഒന്ന് ഇളക്കി നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല സഹോദരങ്ങളെ. സ്വന്തം ജഡത്തിന്റെ മനസ്സിൽ നിന്നോ സ്വന്തം മാനുഷിക മനസ്സിൽ നിന്നോ ആൾക്കാരെ പ്രസാദിപ്പിക്കാനോ സ്വന്തം ആളെ കൂട്ടാനോ എന്തൊക്കെ കാണിച്ചാലും ശരി, ഇതിനെല്ലാം കണക്ക് സ്വർഗത്തിലുണ്ട്. ഒന്ന്. രണ്ട്, നമ്മൾ അതിൽ വീണു പോയാൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടുകയാണ്. ഒരാൾ പരിജ്ഞാന പൂർത്തിയിലേക്ക് ഓടാൻ തുടങ്ങിയിട്ട് ആ വ്യക്തി പിന്നെയും വീട് കഴിഞ്ഞാൽ, ദൈവത്തിന് സ്വന്തം വീട് കഴിഞ്ഞാൽ പിന്നെ അവരെ പുതുക്കാൻ പറ്റത്തില്ല. പരിജ്ഞാന പൂർത്തിയുടെ വചനത്തിലേക്ക് ഒരാൾ സഞ്ചരിക്കാൻ തുടങ്ങി, ക്രിസ്തുവിനെ പോലെ ഒന്നായെങ്കിൽ, യേശുവിനെ പോലെ വാക്കിൽ, യേശു ക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളും അങ്ങനെയല്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, മക്കൾ, ഞാൻ സൽഗുണപൂർണ്ണനാകയാൽ നിങ്ങളും സൽഗുണപൂർണ്ണരാക്. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാക്. ഈ ഒരു പരിജ്ഞാന വചനത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ആദ്യ പാഠത്തിലേക്ക്, ആദ്യ ഇതിലേക്ക് സ്വത്രം. ഒന്ന്, ജഡത്തെ പോഷിപ്പിക്കുന്ന, ജഡത്തെ പുഷ്ടിപ്പെടുത്തുന്ന, ഒന്ന് കേട്ട് ഒന്ന് തുള്ളിച്ചാടുന്ന ഒരു അന്തരീക്ഷം കാണുമ്പോൾ നമ്മുടെ സ്വത്രം കണ്ണും മുഖവും ശരീരവും എല്ലാം മാറി പിന്നെ എങ്ങോട്ട് നിറഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞതുപോലെ സ്വത്രം ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഇങ്ങനെ അലഞ്ഞുടി നടക്കുമ്പോൾ എന്റെ ദൈവം പറയും, മക്കളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രസംഗിക്കാൻ, സത്യവചനം പ്രസംഗിക്കാൻ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുണ്ട്. സ്നേഹിതരെ, ഇന്ന് ഇതിനകത്തും കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ് സത്യോപദേശം. സത്യോപദേശം ആൾക്കാരെ ഇളക്കാനല്ല, ആൾക്കാരെ ഇല്ലാത്തത് പറഞ്ഞ് 10 ആളിനെയും കൂടെ ചേർത്ത് വെക്കാനല്ല. പിന്നെയോ കർത്താവ് സത്യസന്ധമായ ഉപദേശം കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇരുന്നല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടതല്ല, അവർക്ക് സ്വത്രം കുത്തുകൊണ്ട് യോഹന ശാപം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടതാണോ എഴുതിയിരിക്കുന്നല്ല. പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി, എന്നിട്ടും അവിടെ തകർന്നു പോയില്ല. സത്യസുവിശേഷം ദൈവം തരുന്നത് ഒരാളിനെ ചിലപ്പോൾ ആശ്വസിപ്പിക്കാനായിരിക്കാം, ഒരാളിനെ വിടുവിക്കാനായിരിക്കാം, ഒരാളുടെ ബന്ധനം അഴിക്കാനായിരിക്കാം, ഒരാളിനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിരിക്കാം. ഇതെല്ലാം യേശു തരും, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ യേശു തരുന്നത് ഏത് ആത്മാർത്ഥമായിട്ട് നിന്ന് വിശ്വസ്തയോടെ നിന്ന്, കർത്താവെ, ഒരാൾ അവിടെ പ്രാർത്ഥിക്കാനില്ല, അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ അവിടെ അങ്ങനെയല്ല. അങ്ങനെ പോയ പോക്കാണ്. കർത്താവെ, അങ്ങ് ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് വീണ് കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രസാദം വരുന്നത്. അല്ലാതെ സ്വന്തം ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു, ആളില്ല, അവിടെ ആളില്ലല്ലോ, തളർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ സ്വന്തം ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്, അവിടെ ഒരാളല്ലേ ഉള്ളൂ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഒരാളെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അന്തം വിട്ടു കേട്ടപ്പോ ദൈവത്തിന്റെ സ്വന്തം. അന്ന് മുതൽ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, കർത്താവിന്റെ പേര് ഒരാളെ ഉള്ളൂ, അവിടെ ആരും ചെയ്യാനില്ല, അതുകൊണ്ട് ദൈവം പ്രസാദിക്കില്ല. അപ്പൊ ആ ചിന്ത എന്തെന്നാണ്? മറ്റൊരാളിനെ സഹായിക്കാനുള്ള വേറൊരാളിനെ, ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, വേറൊരാളിനെ. അത് ശുശ്രൂഷയിൽ വരരുത്. വേറെ കാര്യം ചെയ്യുമ്പോഴല്ല ദൈവത്തിന്റെ വേല. അത് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, എല്ലാം ദാഹത്തോടെ, എല്ലാം ആവേശത്തോടെ, എല്ലാം താല്പര്യത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ. അവർക്കാരും ഇല്ലാത്തോണ്ടല്ല,
പിന്നെയോ എന്റെ അപ്പൻ എനിക്ക് തരുന്നതിനെ വിളിച്ച് പറയാൻ എവിടെ അവസരം കിട്ടിയാലും അതാ സന്തോഷം. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് വചന സത്യവചനം പറയാൻ ആൾക്കാരെ വേണം. സ്തോത്രം. ഇടയ്ക്ക് വിട്ട് കളിപ്പിക്കാനല്ല, പിന്നെ നിനക്ക് ഇത് കിട്ടും, എനിക്ക് ഇത് കിട്ടും, നീ അപ്പുറത്തുതാ കിട്ടാൻ പോകുന്നു, നിനക്ക് ഇപ്പുറത്തുതാ കിട്ടാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. എന്തുണ്ടാകട്ടെ എന്തില്ലാകട്ടെ സ്നേഹിതരെ, യേശുപ്പച്ചന്റെ സ്വഭാവത്താൽ നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇല്ലേ ഇല്ല. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. തുള്ളിച്ചാടി ചേമ്പയിൽ വെള്ളം വീണ പോലെ വെള്ളം വീണു. സ്തോത്രം എന്ന് കുറെ ദൂതുകൾ കേട്ട് നീ ഇങ്ങനെ അവിടെ എത്താൻ പോകുന്നു, ഇവിടെ എത്താൻ പോകുന്നു, നീ അങ്ങനെ ആകാൻ പോകുന്നു, ഇങ്ങനെ ആകാൻ പോകുന്നു, കുറെ കാര്യങ്ങൾ പുറമേ ഉള്ളതൊക്കെ കേട്ടെന്നിരിക്കട്ടെ. സ്തോത്രം. ഒന്നും നടന്നില്ലെന്ന് വെച്ചോ, 5 ദിവസം കഴിയുമ്പോൾ പിന്മാറിയിരിക്കും. സത്യവചനം കേട്ടാലോ, സത്യവചനം കേട്ട വീഴത്തില്ല. സത്യവചനത്തിൽ നിന്ന് വീഴത്തില്ല. അത് കാൽ വഴുതന്റെയും വിടത്തില്ല. ഹല്ലേലൂയ. നിന്നെ കാക്കുന്നതിന് മയങ്ങുമില്ല, ഉറങ്ങുമില്ല. അല്ല എങ്കിൽ പ്രശ്നം വരുമ്പോൾ ആൾ വീഴും, പ്രതിസന്ധി വരുമ്പോൾ വീഴും. മാസം വിട്ട് അക്ക വിട്ട് വർഷം വിട്ട് കേട്ട ദൂത് അത് നടക്കാതെ വരുമ്പോൾ അവർ പിന്മാറും, അവരുടെ പ്രാർത്ഥന കുറയും, ഒരു ആരാധന കുറയും. സ്തോത്രം. എന്നാൽ സത്യവചനം കേട്ടാൽ ദൈവമക്കൾ പറയും, മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശുവിന്റെ സ്വന്തം. ദൈവം തന്നാലും തന്നില്ലെങ്കിലും, എങ്ങനെ തന്നാലും തന്നില്ലെങ്കിലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരദേശികൾ നാം. അതുകൊണ്ട് ഭാഗ്യശാലികൾ. എന്തുകൊണ്ട്? തന്നാലും തന്നില്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് യേശു മതി എന്ന് പറയാൻ കാരണം എന്താ? പരദേശിയായത്. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശവാചനം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശവാചനം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശവാചനം. ഹല്ലേലൂയ. അപ്പോ സത്യവചനം എന്താണ്? വചനം എന്താണ്? യേശു എന്താണ്? ക്രൂശ് മരണം. നമുക്ക് വേണ്ടി യേശു ചെയ്തത് എന്താണ്? എന്താണ് ഗ്രസ്വദൃഷ്ടി? എന്താണ് ദീർഘദൃഷ്ടി? യേശു നമുക്ക് വേണ്ടി ചെയ്തത് എന്തിനു വേണ്ടിയാണ് സ്തോത്രം പറയേണ്ടതിന്? എന്തിനു വേണ്ടിയാണ് നന്ദി പറയേണ്ടത്? എന്തിനു വേണ്ടിയാണ് ആരാധിക്കേണ്ടത്? എന്താണ് ദൈവവചനത്തിലൂടെ പറയേണ്ടത്? ഈ ജനത്തിന് വചനം കേൾക്കുമ്പോൾ എന്ത് വരണം? യേശുവിനോടുള്ള വിശ്വാസം വരണം. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവർ നമ്മുടെ ആലയത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ദേശത്തിന് ആവശ്യമാണ്, പട്ടണങ്ങളിൽ ആവശ്യമാണ്, എല്ലായിടത്തും ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് വചനം പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. സമയത്തും അസമയത്തും ഏത് സമയത്ത് വിളിച്ചാലും വചനം പ്രസംഗിക്കാൻ. എങ്ങനെയുള്ള വചനം? സത്യസന്ധമായ വചനം പ്രസംഗിക്കാൻ. അധികാരം ദൈവം കൊടുക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചേ. അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. പ്രസംഗിക്കുന്നത് പ്രസംഗിക്കാവൂ? കർത്താവ് കേട്ടത് പറയണം. കർത്താവ് എന്ത് പ്രസംഗിച്ചോ അത് പറയണം. ശിഷ്യന്മാർ എന്ത് പറഞ്ഞു അത് പറയണം. അതിലപ്പുറത്തൊന്നും നമുക്ക് വേണ്ട. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവ് പറഞ്ഞു തരുന്ന ആരാധനകൾ പറയുക. കർത്താവ് പറയാത്തൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട? പറയണ്ട. ദൈവത്തിന് സ്വാതന്ത്ര്യം. അടുത്തവരെ വായിച്ചാൽ. അപ്പൊ അങ്ങനെ പ്രസംഗിക്കുന്നവരെ ദൈവം നമ്മുടെ സഭയിൽ എല്ലാവരും അങ്ങനെ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗിച്ചിട്ട് മാത്രമല്ല, നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ആ വചനത്തിൽ നിലനിൽക്കണം. പ്രസംഗിച്ചിട്ട് ചുറ്റിക്കറങ്ങാനല്ല, പിന്നെ പ്രസംഗിച്ചു, ഞാൻ ചെയ്തതെന്ന് പ്രസംഗിച്ചു, കയ്യര പോകുമ്പോൾ അർത്ഥമുണ്ടോ? അയ്യേ നീയേ നിൽക്കുന്നില്ല, നിന്റെ ഉപദേശാർക്ക് നീയേ ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല. പിന്നെ നിന്റെ ഉപദേശം പിന്നെ നീ അതുകൊണ്ടാണ് പിന്നെ തിമോഥെയോസിനോട് ലേഖനം എഴുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വത്രം നീ ഉറച്ചു നിർത്തും, നിന്നാൽ നിന്റെ പ്രസംഗം നിന്നെ കേൾവിക്കാരെ രക്ഷിക്കും. കണ്ടോ? തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉറച്ചു നിൽക്കണം. എന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ളവരോട് വചനം സത്യസന്ധമായിട്ട് പറഞ്ഞ് അവരെ ഉറപ്പിച്ച് നിർത്തണം. ക്രിസ്തു സ്വത്രം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കർത്താവിന്റെ കൃപയ്ക്ക് പറ്റും. അവരെ പഴയകളും ചാട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് ഉറപ്പിച്ച് നിർത്താൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അല്ലെങ്കിൽ സ്വത്രം അവരെന്ത് ചെയ്യും? നമ്മൾ മാത്രമല്ല, നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സ്ഥലത്തും അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഉറപ്പിക്കണം, ക്രിസ്തുവിൽ ഉറപ്പിക്കണം. അവരുടെ വിശ്വാസം യേശുവിനോട് വർദ്ധിപ്പിക്കണം. ലോകത്തിലെ എന്തിനോടുള്ള വിശ്വാസം അല്ല അത്, രക്ഷാകരമായ വിശ്വാസമല്ല അത്. സ്വത്രം യേശുവിനോട് അടുപ്പിക്കുന്ന വിശ്വാസമാണ് രക്ഷാകരമായ വിശ്വാസം. ബാക്കിയെല്ലാം വിശ്വാസത്തിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും, അതൊക്കെ നല്ലതാണ്, വിശ്വസിക്കുക, അത് കിട്ടും. പക്ഷെ ഇവിടെ ചെല്ലുമ്പോ സ്വത്വത്തിൽ രക്ഷാകരമായ വിശ്വാസം ഉണ്ടെങ്കിൽ ആര് പോയി? പൗലോസ് അപ്പോസ്തലൻ കിരീടം വാങ്ങിക്കൊണ്ട് പോയി. നമ്മളെ ഇവിടെയുള്ളതെല്ലാം പ്രാപിച്ചിട്ട് അവിടെ കിരീടം ഇല്ലാതെ പോകട്ടെ. മറ്റേ അങ്ങനെയല്ല,
പിന്നെ ഇവിടെയുള്ള നമ്മൾ പുറകെ വരും. എല്ലാം ഉറപ്പാ. നിങ്ങൾ ക്രിസ്തുവിൽ, ഞാനും നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അടുത്ത യേശുവിൻ്റെ തലമുറ എത്ര ഉണ്ട് അത്രയും പേർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ദൈവം എന്നേ ഒരുക്കി വെച്ചിരിക്കുന്നു. ഉറപ്പാ ഞാൻ പറയുന്നത്. അതിൽ വിശ്വാസം വേണം. വിശ്വാസത്തോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ആരും നോക്കിക്കൊള്ളൂ. വിളിച്ച ഉടയവൻ നോക്കിക്കൊള്ളൂ. അല്ലേ ലുയ്യ. രാവിലെ മക്കൾ അങ്ങോട്ട് പിന്നെ സ്കൂളിൽ പോകാൻ റെഡിയാകുന്നു. രാവിലെ ഒന്നും അടുക്കളയിൽ നോക്കൂല എന്ത് റെഡിയാക്കുന്നത്. അവര് സ്കൂളിൽ പോകാൻ നേരമാകുമ്പോ അമ്മ കാപ്പി റെഡിയാക്കി വെച്ചിരിക്കും. അവര് പറഞ്ഞിട്ടാണോ? അമ്മ ചോറ് പാത്രത്തിൽ അമ്മ എല്ലാം ഒരുക്കി വെച്ചിരിക്കും. ഉറപ്പാണോ ഇല്ലേ? അത് ആ മക്കൾ വന്ന് ചോദിച്ച ശേഷം 8 മണിക്കാണോ കഞ്ഞി ഇടുന്നത്? ഇല്ല. പിന്നെ രാവിലെ എഴുതി എല്ലാം റെഡിയാക്കി വെക്കും. പാത്രത്തിൽ വരെ എല്ലാം എടുത്ത് അടച്ച് വെക്കും. കാപ്പി കുടിക്കാൻ വരുമ്പോൾ എല്ലാം എടുത്ത് അടച്ച് വെക്കും. ആഹാരം കഴിക്കണം, ഈ പാത്രം എടുക്കണം, ബാഗിൽ വെക്കണം. പിള്ളേരങ്ങ് ആണോ അല്ലേ? ഈ സ്ഥാനത്ത് നമ്മൾ യേശുവിന്റെ മുമ്പിൽ നിന്ന് നിർത്തണം. ഇതുപോലെ ദൈവം നമുക്ക് നടത്താൻ വിശ്വസ്തനാണ്. പക്ഷെ അത് വിശ്വാസം ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള വിശ്വാസം മാത്രമല്ല, പിന്നെ ഉയരങ്ങളിലുള്ള ദൈവത്തിലെ വിശ്വാസം, രക്ഷാകരമായ വിശ്വാസം. അത് നമ്മളെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ ഇടയായിത്തീരുന്നു. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ വ്യക്തികൾ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗീയമായതിലേക്ക് അടുപ്പിക്കുന്ന അപ്പോസ്തലന്മാർ യേശു അത് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് അടിച്ചു അടുത്ത് അടുത്തിരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും അടുത്തവൻ ഭൂതങ്ങളെ പുറത്താക്കേണ്ടത്. 3 ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാക്കുവാനും. അധികാരം ഉണ്ടാക്കുവാൻ. ഒരു അധികാരം. ആരെ പുറത്താക്കാൻ? അധികാരം വേണം. ഇല്ലാതെ ഭൂതം പോകുമോ? ഭൂതം പോകണമെങ്കിൽ ഭൂതത്തിന്റെ എന്ത് വേണം? ആരധികാരം തരണം? അധികാരം വേറെ നോക്കും തരാനുള്ള കഴിയില്ല. ആർക്കേ തരാനുള്ളൂ? ദൈവത്തിന് മാത്രമേ പറ്റൂ. അപ്പൊ അധികാരമുള്ളവൻ ഭൂതങ്ങൾ എന്ത് ചെയ്യും? അധികാരമില്ലാത്തവൻ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയത്തില്ല. അധികാരമുള്ളവന് ഭൂതത്തെ പേടിയില്ല. ഭൂതത്തെ എന്ത് ചെയ്യും? ശാസിക്കും, അവൻ പുറത്താക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരി വരെ നിയമിച്ചു. പന്തിരി വരെ നോക്കിയേ. ഞാൻ ആദ്യം പ്രസംഗിച്ച 6-ാം അധ്യായത്തിലുള്ള വചനമാണ്. അവിടെ ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ വചനം വിളിച്ചു പറഞ്ഞു. സഹോദരി, അന്നു മുതൽ വിരോധം തോന്നി കൊല്ലാൻ പദ്ധതിയിട്ടു. തക്കം കിട്ടിയപ്പോൾ സ്വത്രം തല വെട്ടി കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. താലത്തിൽ കൊണ്ടുകൊടുത്തു. അത് വാങ്ങി. മറ്റൊരു വചനത്തിൽ കൊടുത്തിരിക്കുന്നു, യേശു ഇത് അറിഞ്ഞ് അവിടെ വിട്ടു മാറിപ്പോയി. എന്നാൽ ജനം അവിടെ തന്നെ. ദൈവത്തിന് സ്തോത്രം. യേശു മാറിപ്പോയപ്പോഴും ജനം മാറിയില്ല. യേശു പടകിൽ അങ്ങ് എത്തും മുമ്പേ യേശുവിന്റെ പുറകെ ജനം ഒത്തിരിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു വചനം പ്രസംഗിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശു അത്ഭുതങ്ങൾ അതിശയങ്ങൾ അവിടെ ചെയ്യുന്നു. ആരും പോകുന്നില്ല. ദൈവ സാന്നിധ്യത്തിനകത്ത് അങ്ങനെ വീണ് കിടക്കുകയാണ്. എന്നാൽ ഒരു സന്ധ്യാ സമയമായപ്പോൾ ഇരുട്ട് വരുന്നു. സമയമായപ്പോൾ യേശു കൊച്ചു പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ. സ്തോത്രം. ഈ ജനത്തിന് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ പറയുക, ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ ജനം ചോദിച്ചു, അവര് നിർജ്ജന പ്രദേശമല്ലയോ? യേശു പറഞ്ഞ നിർജ്ജന പ്രദേശമാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ. അപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, ഊരുകളിൽ പോയി കൊണ്ടുവരട്ടെ, ചോദിക്കട്ടെ, വാങ്ങട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണം. എന്തുണ്ട്? 5 അപ്പവും 2 മീനും. യേശു പറഞ്ഞു അവരെ പന്തിക്ക് ഇരുത്താൻ പറഞ്ഞു. യേശു ഇരുത്തി. അവർ വിശന്നെന്ന് പറഞ്ഞില്ല, അവർ ദാഹം പറഞ്ഞില്ല, വിശപ്പ് പറഞ്ഞില്ല, ക്ഷീണം പറഞ്ഞില്ല. അവർ ദൈവ സാന്നിധ്യത്തിനകത്തായിരുന്നു. ദാഹം പറയാതെ, വിശപ്പ് പറയാതെ, ക്ഷീണം പറയാതെ അറിഞ്ഞ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പറയാതെ നമ്മുടെ എല്ലാ കാര്യവും അറിയാം. എന്റെ കർത്താവിന് പന്തിക്ക് ഇരുത്തി ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു. 12 കൊട്ട തിരിച്ചും വന്നു. സ്വത്രം. വീണ്ടും യേശു പടകിൽ കയറി പോകുമ്പോൾ പ്രശ്നം വർദ്ധിച്ചു. തിരകളാൽ അലഞ്ഞു. യേശു സ്വത്രം വെള്ളത്തിന്റെ പുറത്തൂടെ നടന്നു. ഭൂതം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശു കർത്താവ് കാറ്റിനെയും കടലിനെ എന്ത് ചെയ്തു? ശാസിച്ചു, ഒതുക്കി. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ ഭയത്തെ മാറ്റുവാൻ യേശു ക്രിസ്തു. സ്വത്രം. അടുത്ത് ഞാൻ വന്നത് ഇവിടെയാണ് വന്നത്. 3-ാം അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു പറഞ്ഞു, യേശു എപ്പോഴും ശാസിക്കാൻ യേശു നമ്മളോടും പറഞ്ഞു, മക്കളെ, ഈ കൃപ, ഈ ശക്തി ഞാനിപ്പോ ശാസിച്ചപ്പോൾ ഇത് അമർന്നു, പക്ഷെ ഇനി നിന്റെ മേൽ പകരാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഭയപ്പെടണ്ട, പേടിക്കണ്ട. കർത്താവ് ശാസിച്ചപ്പോൾ സകലം സംഭവിച്ചു. അങ്ങനെ കർത്താവ് ചില അടുക്ക വിളിച്ചു. എന്തിനു വേണ്ടി? അടുത്തിരുത്താൻ. പിന്നെ വചനം പ്രസംഗിക്കേണ്ടതിന്
അയക്കാം. പിന്നെ അടുത്ത് ഭൂതങ്ങളെ പുറത്താക്കാൻ. ഇന്ന് ആ കൃപ തരാൻ യേശു